ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് തന്നെ മാറും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്ലൈഡിംഗ് ഡോസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചേച്ചി സ്ലൈഡിംഗ് ഡോസിൻ്റെ വീഡിയോ ഇടാവോ, അതിനെക്കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ പറയാമോ എന്ന് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സ്ലൈഡിംഗ് ഡോസിനെ കുറിച്ച് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യാം. സ്ലൈഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ വാർഡ്രോബ്സിൻ്റെ ഷട്ടേഴ്സിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഇവിടെ പറയാൻ പോകുന്നത്. സ്ലൈഡിംഗ് ഡോസ് ഒരു പാർട്ടീഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡോറായിട്ട് തന്നെ, അതായത് ഇപ്പം ഒരു ഇന്റേണൽ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഡോറിൽ തന്നെ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കിച്ചണിൽ ഒരു പ്രൈവസി വേണം. ഒത്തിരി ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് ബാക്കി ടൈമിലൊക്കെ ഓപ്പൺ കിച്ചൺ ആണ്, പക്ഷെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്കത് പ്രൈവസി വേണം എന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഡോർസ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് മെക്കാനിസംസ് എന്താണ്, പിന്നെ അതിൽ തന്നെ ഇപ്പം ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഇതൊരു ഫുൾ ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടിരിക്കും കേട്ടോ. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് റോൾ. I've been thinking about myself today, thinking how I changed, how I really don't care. അപ്പോൾ ആദ്യമായിട്ട് സ്ലൈഡിംഗ് ഡോർസ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് നമ്മൾ നോർമൽ ഡോർസ് എന്താണ്, അതായത് സ്വിംഗ് ഡോർസ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വിംഗ് ഡോർസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ അത് ഹിഞ്ച് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ഡോർസും സ്വിംഗ് ഡോർസ് ആണ്. നേരെ മറിച്ച് സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ആയിട്ട് ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. സ്ലൈഡ് ചെയ്യുക, അതായത് ഹോറിസോണ്ടലി സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഡോർസ് ആണ് സ്ലൈഡിംഗ് ഡോർസ്. നോർമൽ ഡോർസ് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ സ്ലൈഡിംഗ് ഡോർസ് യൂസ് ചെയ്യണം? സോ ബേസിക്കലി സ്ലൈഡിംഗ് ഡോർസിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതായത് ഒരു ചെറിയൊരു റൂം ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും വാർഡ്രോബ്സിൽ ബെഡ്റൂം വളരെ സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് കട്ടിലിടണം, അപ്പുറത്തെ സൈഡിൽ പ്രോബബ്ലി നമുക്കൊരു സ്റ്റഡി ടേബിൾ ഇടേണ്ടി വരും. ഇന്നത്തെ സാഹചര്യത്തിൽ റൂംസ് എല്ലാം ചെറുതായി വരുവാണല്ലേ, പ്രത്യേകിച്ചും അപ്പാർട്ട്മെന്റ്സിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്ലൈഡിംഗ് ഡോർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്നെ ചോദിച്ചാൽ ഒരു 3 അടിയെങ്കിലും ഗ്യാപ്പ് വേണം ഈ ഒരു നോർമൽ ഡോറ് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ നിൽക്കണമെങ്കിൽ. വേറെ സ്ലൈഡിംഗ് ഡോർ ആണെങ്കിൽ നമുക്ക് വാർഡ്രോബിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കാം, എന്നിട്ട് അത് ഇപ്പോഴത്തോട്ട് സ്ലൈഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹ്യൂജ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഹ്യൂജ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പേസ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ലൈഡിംഗ് ഓപ്ഷൻസിൽ വളരെ സ്ലീക്ക് ആൻഡ് മോഡേൺ ഫിനിഷസ് അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലുക്കിനും, ഈ നോർമൽ ഡോസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഡോസ് ഇങ്ങനെ എല്ലാ 3-3.5 അടി കൂടുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഡോസ് ഇങ്ങനെ വെച്ച് പോകണം. അപ്പം വേറെ ഇപ്പോൾ ഒരു സ്ലൈഡിംഗ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 2-3 ഷട്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഡിസൈൻ എലിമെന്റ് ആയിട്ട് തന്നെ അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഓഫ് കോഴ്സ് അപ്പോൾ അത് കോൺസെപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും മൾട്ടിപ്പിൾ ഡിസൈൻസും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഫിനിഷസ് ഇതൊക്കെ നമുക്ക് സ്ലൈഡിംഗ് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റും. സോ അതിൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സ്ലൈഡിംഗ് ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്താണെങ്കിൽ വെറും 6 അടി 7 അടി പൊക്കത്തിലൊക്കെയാണ് സ്ലൈഡിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നത്. മാർക്കറ്റിൽ ഇപ്പം 10 ഫീറ്റ് 12 ഫീറ്റ് ഹൈറ്റിനൊക്കെ പോലും ഷട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പല പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്, പല മെക്കാനിസംസ് മാർക്കറ്റിൽ അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ എന്താ പറയുക, ഇന്റീരിയർ ഡിസൈനർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതോ ആ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് 7 ഫീറ്റ് വെക്കണോ, അല്ലെങ്കിൽ 10 ഫീറ്റ് വെക്കണോ, 12 ഫീറ്റ് വെക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് പോകാൻ പറ്റും. അത് മാത്രമല്ല, അത് മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് വെച്ചിട്ടും നമുക്ക് ഈ ഷട്ടേഴ്സ് ഒക്കെ പണിതെടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് വേണമെങ്കിലും ഷട്ടേഴ്സ് ഉണ്ടാക്കാം. പിന്നെ മിറർ, കംപ്ലീറ്റ് മിററോ അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ഗ്ലാസ് ആൻഡ് മിറർ ചേർത്തിട്ട്, പ്ലൈ, ലാമിനേറ്റ് ആൻഡ് മിറർ ചേർത്തിട്ട്, അങ്ങനെ പല കോമ്പിനേഷൻസിലും നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് മാത്രമല്ല, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ടെക്സ്ചേഴ്സും കൂടി ഈ സ്ലൈഡിംഗ് ഓപ്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഡിസൈനേഴ്സ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇതിൽ ഈ പല മെക്കാനിസംസും നല്ല നല്ല ബ്രാൻഡ്സ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ നോർമൽ ഹിഞ്ചസിലൊക്കെ ഇങ്ങനെ തുരുമ്പടിക്കാനുള്ള, അതായത് റസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ സ്ലൈഡിംഗ് മെക്കാനിസംസിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഈ ഒരൊറ്റ മെക്കാനിസം മാത്രം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലാണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഹിഞ്ചസും പിന്നെ ആ ഹിഞ്ചസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക, അതായത് ഷട്ടറിന്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഹിഞ്ചസ് ഹാങ് ചെയ്ത് പോവുക, അങ്ങനത്തെ പോസിബിലിറ്റീസും നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്ലൈഡിങ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് സ്ലൈഡിംഗ് ഡോസ് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വാർഡ്രോബ്സിൽ യൂസ് ചെയ്യാം. വാർഡ്രോബ്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 7 ഫീറ്റ് ഹൈറ്റിന് അല്ലെങ്കിൽ 8 ഫീറ്റ് ഹൈറ്റിന് സ്ലൈഡിംഗ് കൊടുത്തിട്ട് അതിന്റെ മേളിൽ ലോഫ്റ്റിന് നോർമൽ ഓപ്പണബിൾ ഡോസ് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ മേളിൽ നിന്ന് 9 അടി 10 അടി ഹൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് താഴെ വരെയും
നമുക്ക് സ്ലൈഡിംഗ് ഓപ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ നമുക്ക് ലോഫ്റ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. പക്ഷെ വെളിയിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് 2 ഷട്ടേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെയായിരിക്കും. അപ്പം ഓവറോൾ ആ മുറിക്ക് തന്നെ ഒത്തിരി സ്പേസ് കൂടിയതുപോലെ ഒരു ഫീലിംഗും വരും കേട്ടോ അങ്ങനെ വരുമ്പോൾ. അത് മാത്രമല്ല ഇപ്പം നമ്മുടെ മുറി വളരെ ചെറുതാണ്. അപ്പം നമുക്കിപ്പം ഒരു ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫർണിച്ചർ കാരണം നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും സ്ലൈഡിംഗ് ഒരു നല്ല ഓപ്ഷനാണ്. ഇതേപോലെ വളരെ വലിയ മുറിയാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുറിക്ക് ഉള്ളിൽ തന്നെ വേറൊരു സ്റ്റഡി റൂം പോലെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാലും നമുക്കൊരു സ്ലൈഡിംഗ് ഡോർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുമാതിരി തന്നെ കിച്ചണിൽ അത് സ്ലൈഡിംഗ് ഓപ്ഷൻ വളരെ അധികം ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ചെറിയ ചെറിയ 3 സ്ലൈഡേഴ്സ് 4 സ്ലൈഡേഴ്സ് ആയിട്ട് ചേർത്തിട്ട് 3 ട്രാക്ക് 4 ട്രാക്ക് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു പാർട്ടീഷൻ പോലെ ഇരിക്കും. പക്ഷെ നമുക്ക് പ്രൈവസി വേണം എന്നുള്ള സമയത്ത് ഈ സ്ലൈഡേഴ്സ് ഇങ്ങനെ 4 3 സ്ലൈഡേഴ്സ് ഇങ്ങനെ വലിച്ച് ഈ ഷട്ടേഴ്സ് ഫുള്ള് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് പ്രൈവസി കിട്ടും. ഇപ്പോഴത്തെ ഫ്രോസ്റ്റഡ് ഗ്ലാസും പിന്നെ മൾട്ടിപ്പിൾ കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിസൈൻ എലിമെന്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയധികം യൂസ് ഉണ്ട് സ്ലൈഡിങ് ഡോർസിന്. ഇതിപ്പോൾ മാർക്കറ്റിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇഷ്ടംപോലെ നല്ല ബ്രാൻഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. പ്രത്യേകിച്ചും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വൗച്ച് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹാഫ്ലേയിലുള്ള സ്ലൈഡേഴ്സ്, അതായത് സ്ലൈഡിംഗ് മെക്കാനിസം എക്സെപ്ഷണൽ ക്വാളിറ്റിയുടെ ആയിരുന്നു. അതേപോലെ ഹെഡ് ടച്ച് എന്ന ഇനിയൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിലും ടോപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഒക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സെർവിറ്റി എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡ് ഉണ്ട്. അതും ഇപ്പം നന്നായിട്ട് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ സ്ലൈഡേഴ്സും നല്ലതാണെന്ന് കേൾക്കണം. പിന്നെ എപ്കോ, പിന്നെ വേറെയും കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഒരുവിധം നല്ല ബ്രാൻഡിന് പോയാൽ മാത്രമേ സ്ലൈഡിംഗ് ഓപ്ഷൻ നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് മാത്രമല്ല അരിസ്റ്റോ എന്ന് പറഞ്ഞ പുതിയൊരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ വേറെയും കുറേ അതേപോലത്തെ പോളണ്ടും ഓസ്ട്രിയനും ഒക്കെ വരുന്ന പുതിയ ഇമ്പോർട്ട് ചെയ്ത ബ്രാൻഡ്സ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അവർ തന്നെ വന്ന് സൈസ് ഒക്കെ മെഷർ ചെയ്തെടുത്തിട്ട് അവർ തന്നെ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷനും ചെയ്യുന്ന പല ബ്രാൻഡ്സും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനറിൻ്റെ അടുത്ത് ചോദിക്കുകയോ അതിനെക്കുറിച്ചുള്ള നോളേജ് ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ഒരു ഇൻഫോം ഡിസിഷൻ എടുക്കണം കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ റീസെർച്ചും കൂടി അതിലുണ്ടെങ്കിൽ സൂപ്പർ. എല്ലാ പ്രോഡക്ട്സിനെ പോലെയും ഇതിനും ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയട്ടെ, ലിമിറ്റഡ് ആക്സസ്. അതായത് ഇപ്പം ഒരു സൈഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മറ്റു സൈഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു വലിയ സ്ലൈഡിങ് വാർഡ്രോബാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ 2 കൂട്ടർ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ 2 കുട്ടികൾ ചേർന്ന് അപ്പുറം ഇപ്പുറം ആണ് അവരുടെ സാധനങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ കുറച്ച് ആക്സസ് ചെയ്യാനായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതൊരു പ്രശ്നമാണെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നെ ചോദിച്ചാൽ അതൊരു വലിയ ഒരു പ്രോബ്ലം ആകേണ്ടതില്ല. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പലതും ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. അപ്പം ആദ്യം ഒരാൾ പോയി എടുക്കുക, പിന്നെ മറ്റൊരാൾ എടുക്കുക. രണ്ടാമത്തത് ഞാൻ പറയും മെയിൻ്റനൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഈ നോർമൽ സ്വിംഗ് ഡോർസിനേക്കാളും ഇത് ഈസി മെയിൻ്റനൻസ് ആണെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡിഫറെൻറ്റ് സ്ലൈഡിംഗ് മെക്കാനിസമിന് ഡിഫറെൻറ്റ് ട്രാക്സ് ഉണ്ട്. ചിലതൊക്കെ മുകളിൽ മാത്രമേ കാണത്തുള്ളൂ, താഴെ വെറും ഒരു പ്ലാസ്റ്റിക് സപ്പോർട്ടിങ് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ചിലതിന് താഴെയും ട്രാക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വളരെ സ്ലീക്ക് ആയിട്ടുള്ള താഴെ ട്രാക്ക് ഉള്ളത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാക്യൂം ക്ലീനർ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ അത് ക്ലീൻ ചെയ്തെടുക്കണം. അല്ല നമ്മൾ ചൂല് വെച്ച് തൂത്താണ് എടുക്കാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രോബബ്ലി അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം നല്ല ബ്രാൻഡ്സ് നമ്മൾ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സ്ലൈഡിംഗ് ഓപ്ഷൻസിൽ ചിലപ്പോൾ ഒരു ക്രാക്ലിംഗ് സൗണ്ട് വന്നേക്കാം. നല്ല പ്രോഡക്റ്റ് മാത്രമല്ല, നമ്മളിപ്പം യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇപ്പം അത് പ്രോപ്പറായിട്ടല്ല, അതിന് വല്ല ബെൻഡ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് സ്ലൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ 2 ഷട്ടേഴ്സ് തമ്മിൽ തന്നെ ഒരു ബെൻഡ് ഉണ്ടെങ്കിൽ അത് ക്രാക്ലിംഗ് ശബ്ദമോ അല്ലെങ്കിൽ ഒരയുന്ന ഒരു അസൗകര്യം നമുക്ക് വന്നേക്കാം. അപ്പം അതിനെക്കുറിച്ച് പറയുമ്പം ഇനിയൊരു കാര്യം കൂടി പറയാനുള്ളത്, അതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. കോസ്റ്റ് ഹൈ ആണ്. ബിക്കോസ് നമ്മളൊരു സ്വിംഗ് ഡോറിനേക്കാളും ഇതിന്റെ മെക്കാനിസമിന് തന്നെ ചിലപ്പോൾ നമ്മളൊരു 20,000 മേളിൽ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കോസ്റ്റ് അഡീഷണൽ ആകുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന ഒരു സാമാന്യ ഒരു 6-7 ഫീറ്റ് വൈഡ് ഒരു വാർഡ്രോബിന്റെ കാര്യമാണ് കേട്ടോ. പിന്നെ വർക്ക്മാൻഷിപ്പ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ എത്ര തന്നെ നല്ല പ്രോഡക്റ്റ് കൊടുത്താലും അത് നമ്മുടെ കാർപ്പൻറ്റർ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ലൈഡിങ്ങിലൊക്കെ നന്നായി ഫിക്സ് ചെയ്തിട്ടില്ല, കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വാർപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹാങ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡോറ് തന്നെ ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ടിപ്സ് എന്നുള്ള രീതിക്ക് ഒരു 3 കാര്യം പ്രധാനമായിട്ട് നിങ്ങൾ സ്ലൈഡിംഗ് ഡോർസ് ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ് മേടിക്കുക. ആ കാര്യത്തിൽ നമ്മൾ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ നാളെ നമുക്ക് പ്രശ്നം ഉണ്ടാകും. അത് സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അലോങ് വിത്ത് എ ഗുഡ് ബ്രാൻഡ്, ഹൈറ്റ് ഓഫ് ദ ഷട്ടർ എന്താണ്.
വെയിറ്റ് ഓഫ് ദ ഷട്ടർ എന്താണ്, ഹൈറ്റും വെയിറ്റും ഡിസൈൻ, ഈ മൂന്നും ശ്രദ്ധിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ വെയിറ്റും ഹൈറ്റും വെച്ചിട്ടാണ് ഏത് മെക്കാനിസം തരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ കടയിൽ പോയി ഇതാണ് എൻ്റെ ഡിസൈൻ, ഇതാണ് എൻ്റെ ഷട്ടറിൻ്റെ മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്രോക്സിമേറ്റ്ലി സേ ഒരു 50 kg കപ്പാസിറ്റി ആയിരിക്കാം, ചിലത് 100 kg കപ്പാസിറ്റി ആയിരിക്കാം ടോട്ടലി. അപ്പോൾ അതിന് ആ വീൽസിന് അത് എടുക്കാനുള്ള അത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നും കൂടി നോക്കുക. അപ്പോൾ അതിൽ ഞാൻ ഒരു പോയിന്റർ കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് താഴെ ട്രാക്കുള്ള ഒരു സ്ലൈഡിംഗ് മെക്കാനിസം ആണെങ്കിൽ കുറേ കൂടെ ഡ്യൂറബിൾ ആയിരിക്കും. ഓൾദോ അതിനൊരു മൈനസ് ഞാൻ പറഞ്ഞു, അതിൽ ഡസ്റ്റ് കയറി ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം താഴെയും കൂടി ട്രാക്ക് ഉണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുള്ളിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലാതെ വർക്ക് ചെയ്യുന്നത്, റൈറ്റ്. ഇതിപ്പോൾ മുകളിൽ മാത്രമാണെങ്കിൽ അതിന്റെ ബലം എല്ലാം ആ മുകളിലത്തെ മെക്കാനിസം ആണ് അതിന്റെ ഫുൾ വെയിറ്റും എടുക്കേണ്ടത്. പക്ഷെ അതിന് താഴെയും കൂടി കംപ്ലീറ്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ, അതായത് വെറും ഒരു പ്ലാസ്റ്റിക് സപ്പോർട്ട് അല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ ആ വീല് താഴെ ആയിരിക്കും ഓടുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷൻ. അപ്പൊ അതിന് ലോഞ്ചിറ്റിവിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹാഫ്ലേയില് പല പ്രോഡക്ട്സും എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അത് വെറും മുകളിലാണ് അതിന്റെ വീൽസ് വരുന്ന മിക്കവാറും പ്രോഡക്ട്സിന് അതിൽ. പക്ഷെ അമേസിങ് പ്രോഡക്റ്റ് ആയിട്ടാണ് എൻ്റെ അനുഭവം. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് ഡിസൈനർ ടു ഡിസൈനർ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് സജഷൻ എന്താണെന്നറിയോ? സ്ലൈഡിംഗ് മെക്കാനിസമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷട്ടർ സോളിഡ് വുഡ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ തടി, തേക്കും തടിയോ അങ്ങനത്തെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് വളരെ നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് ക്ലൈമറ്റ് അനുസരിച്ചിട്ടും, അതായത് അതിൻ്റെ ഉള്ളിൽ എത്ര മോയ്സ്ചർ ഉണ്ട് അതനുസരിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് കോൺട്രാക്ട് ചെയ്യാനും ബെൻഡ് ആകാനുള്ളൊരു ചാൻസ് എപ്പോഴും ഉണ്ട്, അല്ലേ? നമ്മുടെ മെയിൻ ഡോറൊക്കെ പോലും നമുക്ക് മഴക്കാലത്തിൽ ഒന്ന് മുറുകയും പിന്നെ വെയിൽ കാലം ആകുമ്പോഴത്തേക്ക് ഒന്ന് ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ അതുപോലെ ആകുമ്പോഴത്തേക്ക് ചെറിയ വാർപ്പിംഗ് വരുമ്പോൾ ഈ സ്ലൈഡിങ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഓവർലാപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്ലൈഡിംഗ് മെക്കാനിസത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുക, സോ ദാറ്റ് യു കീപ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഗുഡ് ഇൻഫർമേഷൻ. എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ടിൽ ദെൻ ബൈ.